മലയാള സിനിമയിലെ അറിയാവുന്ന എന്നാൽ പുറത്തു പറയാത്ത പച്ചയായ സത്യം. ഇത് ആരെയും വേദനിപ്പിക്കാനോ ആരെയും അപകീർത്തിപ്പെടുത്താനോ അല്ല. മലയാള സിനിമയിലെ പ്രസിദ്ധനായ മൺമറഞ്ഞു പോയ ഒരു അഭിനേതാവിൻ്റെ സാക്ഷ്യപത്രം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം പണ്ട് ആകാശവാണിക്കായി ഒരു നാടകം എഴുതി അയച്ചു. സുരേന്ദ്രനാഥ് എന്നതിൻ്റെ കൂടെ തൻ്റെ പേര് കൂടി ചേർത്താണ് അയച്ചത്. ആകാശവാണിയിൽ നിന്ന് മറുപടി വന്നില്ല. മറുപടിക്കായി അക്ഷമനായി അദ്ദേഹം കാത്തിരുന്നു. ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ വന്നു. താങ്കളുടെ നാടകം പ്രക്ഷേപണ യോഗ്യമല്ല, അതുകൊണ്ട് പ്രക്ഷേപണം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നതായിരുന്നു ആ കത്തിലെ കുറിപ്പ്. ഏതാണ്ട് 1.5 മാസത്തോളം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. തൻ്റെ പേരിനൊപ്പം പ്രൗഢിയുള്ള ഒരു വാലൂടെ ചേർത്ത് അദ്ദേഹം വീണ്ടും ആകാശവാണിക്ക് ഇതേ സ്ക്രിപ്റ്റ് തന്നെ അയച്ചു. അവരുടെ മറുപടി: താങ്കളുടെ നാടകം തീർച്ചയായിട്ടും പ്രക്ഷേപണ യോഗ്യമാണ്. ഇത് ഉടൻ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നതും താങ്കൾക്ക് മതിയായ പ്രതിഫലം തരുന്നതുമാണ്. പിന്നീട് മറ്റൊരു സംഭവം. മലയാള സിനിമയിൽ വളരെ പ്രസിദ്ധമായതും പിന്നീട് റിലീസിങ്ങിന് ഇടയാക്കുമായ ഒരു സിനിമ. ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുവാൻ നായക നടൻ സംവിധായകനോട് അത് നെടുമുടി വേണുചേട്ടനെ കൊണ്ട് ചെയ്യിക്കണം എന്ന് അഭിപ്രായപ്പെട്ടു. സംവിധായകൻ പറഞ്ഞത്: ഞാൻ തിലകൻ എന്ന നടനെയാണ് ആ കഥാപാത്രത്തിനായി മനസ്സിൽ കരുതുകയും സൂക്ഷിക്കുകയും അഭിനയിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്തത്. അദ്ദേഹം അത് അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചിത്രം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. മറ്റൊരു സംഭവം. മലയാള സിനിമയിൽ ഒരു കാലത്ത് ഡബിൾ റോളിൽ അഭിനയിച്ച് ചില കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു നടൻ്റെ അനുഭവമാണ്. അദ്ദേഹം പ്രസിദ്ധനായ ഒരു പേരോടുകൂടി അറിയപ്പെടുന്ന ഒരു നടൻ്റെ അയലത്തുകാരനായിരുന്നു. അന്ന് ആ നടന് ഫോണോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. അതിനുവേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തത്. ഇദ്ദേഹത്തെ തേടി വരുന്ന ഫോണുകൾ ആ പ്രസിദ്ധനായ നടൻ തന്നെ അറിയിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ പേരോടുകൂടിയ വലിയ നടൻ്റെ വീട്ടിലേക്ക് ഫോൺ കോൾ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഓ, അയാൾ നല്ല ഒരു ആശാരി പണി ചെയ്യുന്ന ആളാണ്, കൊത്തുപണിയൊക്കെ ചെയ്യുന്നതിനും മിടുക്കനാണ്. അപ്പം മറുപുറത്ത് നിന്ന് അല്ലല്ലോ, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയും ഡബിൾ റോളിൽ അഭിനയിക്കുകയും കേരളം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തല്ലോ. അപ്പം മറുതലയിൽ നിന്നുള്ള സംഭാഷണം. അതൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ചില ഭാഗ്യപരീക്ഷണങ്ങളാണ്. ഇത് പറയുന്നത് ഒരിക്കൽ കൂടി ആരെയും അപമാനിക്കുവാനോ അപകീർത്തിപ്പെടുത്തുവാനോ അല്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള